ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ വലിയ 2 അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ആ 2 വലിയ അപ്ഡേറ്റ്സ് എന്താണെന്നാണ്. ഇനി നമ്മൾ ഡെയിലി കോംബോ പോലെ തന്നെ മിനി ഗെയിമും ഡെയിലി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡെയിലി സൈഫർ, ഡെയിലി കോംബോ, അതുപോലെ ഡെയിലി റിവാർഡ്, ഈ 3 കാര്യങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനി ഗെയിം ഓപ്ഷനും കൂടെ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ബോട്ടിനകത്ത് വന്നിട്ടുണ്ട്. ഒരു ഗെയിം, ഒരു പസിൽ സോൾവ് ചെയ്യണം, അപ്പോൾ തന്നെ നമുക്ക് റിവാർഡ് കിട്ടും. ആ റിവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻസ് അല്ല, കീ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു താക്കോൽ. ഈ ഒരു താക്കോലാണ് നമുക്ക് ഈ മിനി ഗെയിം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് ഓൾറെഡി ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞു, ഇൻക്ലൂഡിങ് വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായിട്ടും പോയി ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും എങ്ങനെ മിനി ഗെയിം കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോസ് കൃത്യമായിട്ട് നമ്മൾ ഇൻസ്റ്റയിലായിരിക്കും റീലായിട്ട് ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നോക്കുക, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണെന്ന് ജസ്റ്റ് ഇന്ന് മാത്രം ഒന്ന് പറയാം. ജസ്റ്റ് എന്ത് ചെയ്യാം, മിനി ഗെയിം ടാപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്ലേ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. പ്ലേ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈമർ ഓടി തുടങ്ങും. 30 സെക്കൻഡാണ് ടൈമർ ഉള്ളത്. 30 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങളൊരു പസിൽ സോൾവ് ചെയ്ത് ഒരു കീ, ഒരു താക്കോലിനെ പുറത്തേക്ക് എടുക്കണം. ആ പസിലിൻ്റെ അകത്തുനിന്ന് ഒരു പുറത്തേക്ക് എടുക്കണം. എങ്ങനെ പുറത്തേക്ക് എടുക്കാമെന്ന് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് മനസ്സിലാവാത്ത തീർച്ചയായിട്ടും പോയിട്ട് നമ്മൾ ഇൻസ്റ്റയിലെ റീൽ കാണാം. അപ്പോൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. നമ്മളുടെ എയിം ഇത്രയേ ഉള്ളൂ. എവിടെയാണോ കീ പുറത്തെടുക്കാനുള്ള ഹോൾ ഉള്ളത്, ആ കീ ഹോളിൽ കൂടെ ആ കീ പുറത്തെടുക്കുക. എല്ലാ ബ്ലോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മളുടെ കീ എങ്ങനെങ്കിലും പുറത്തെത്തിക്കുക എന്നതാണ് നമ്മുടെ ടാസ്ക്. 30 സെക്കൻഡ് മാത്രമാണ് നമുക്ക് ആ കീ പുറത്തെടുക്കാനുള്ള സമയം. അപ്പോൾ 30 സെക്കൻഡിനുള്ളിൽ നമ്മൾ കീ പുറത്തെടുത്തില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചാൻസ് കഴിയും. വീണ്ടും നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, പക്ഷേ 1.5 മണിക്കൂറാണ് കൂൾ ഡൗൺ. ഒരു പ്രാവശ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കളിക്കണമെങ്കിൽ 1.5 മണിക്കൂർ കഴിയണം. ഓക്കെ, വീണ്ടും നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ വീണ്ടും 1.5 മണിക്കൂർ കഴിഞ്ഞാലാണ് അടുത്ത ഗെയിം കളിക്കാൻ പറ്റുക. അങ്ങനെ ഒരു പ്രാവശ്യം ഫെയിൽ ആവും തോറും 1.5 മണിക്കൂർ കഴിഞ്ഞാലാണ് വീണ്ടും കളിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ക്ലെയിമായി. എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഇന്നത്തെ ഞാൻ ക്ലെയിം ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 14 മണിക്കൂറും 53 മിനിറ്റും കഴിഞ്ഞാലാണ് അടുത്ത ടാസ്ക് വരിക, അടുത്ത മിനി ഗെയിം വരിക. എന്ന് വെച്ചാൽ 12 മണിയാകുമ്പോൾ, ഇന്ന് രാത്രി 12 മണിക്ക് ശേഷമാണ് വരിക. നമ്മൾ പുതിയ മിനി ഗെയിം വന്നാൽ ഉടനെ തന്നെ അതെന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിലിടും വീഡിയോ ആയിട്ട് തന്നെ. അതിനുശേഷം ടെലഗ്രാമിൽ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ടെലഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും ജോയിൻ ചെയ്യാൻ മറക്കണ്ട. തീർച്ചയായിട്ടും അവിടെ ആയിരിക്കും നമ്മൾ ഡെയിലി ഈ ഒരു മിനി ഗെയിമിൻ്റെ കാര്യം അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കീ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കീയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നോക്ക് എന്ന് പറയുന്നൊരു വേർഡ് അവിടെ എഴുതി കാണിക്കുന്നത് കാണാം. നോക്ക് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഓൾറെഡി നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് പല പോസ്റ്റുകളായിട്ടും അവരുടെ വീഡിയോസിലൂടെയും ഒക്കെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ക്ലൂസ് തന്നിട്ടുണ്ട്. അവർ പറയുന്നത് എയർ ഡ്രോപ്പ് ഈസ് നോക്കിംഗ് ഓൺ യുവർ ഡോർ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വാതിലിൽ എയർ ഡ്രോപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാതിൽ തുറന്നാൽ ഉടനെ തന്നെ എയർ ഡ്രോപ്പ് നമ്മളുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ അത്രയും നമ്മളുടെ അടുത്താണ്, ക്ലോസ് ആണ് എയർ ഡ്രോപ്പ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല നോക്ക് എന്ന് പറയുന്ന കാര്യം. ഓൾറെഡി ഹാംസ്റ്റർ കോമ്പാറ്റ് ട്വിറ്റർ പോസ്റ്റുകളിലും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഓൾറെഡി അവർ പറയുന്നതാണ് എയർ ഡ്രോപ്പ് ഈസ് നോക്കിംഗ് ഓൺ യുവർ ഡോർ എന്ന്. അപ്പോൾ നോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്ര അടുത്ത് എയർ ഡ്രോപ്പ് ഉണ്ട്. നമ്മൾ ഓരോ കീ എടുക്കുന്നതോറും നമുക്ക് എയർ ഡ്രോപ്പിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ, കുറേ പേര് പറഞ്ഞു ഇവിടെ എൻ്റെ DP മാറിയിട്ടുണ്ട്, ഞാൻ മാറ്റിയിട്ടില്ല, ഓട്ടോമാറ്റിക്കലി ഹാംസ്റ്ററിൻ്റെ DP ആയി മാറി എന്നൊക്കെ. അതൊരു അപ്ഡേഷനിലൂടെ മാറിയതാണ്. നമുക്കിനി ഈ ഒരു DP മാറ്റണമെങ്കിൽ സ്കിന്ന് ബൈ ചെയ്തിട്ട് വേണം മാറ്റാൻ. അപ്പോൾ നമുക്കിവിടെ ബൈ സ്കിന്ന് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം, ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള സ്കിന്ന് പറഞ്ഞാൽ ഡിഫോൾട്ടാണ്. എൻ്റെ ലോഡാണ്, അപ്പോൾ ലോഡിൻ്റെ സ്കിന്നാണ് എൻ്റെ കയ്യിൽ ഡിഫോൾട്ടായിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് വാങ്ങണമെങ്കിൽ താഴെ കുറേ സ്കിന്നുകളുണ്ട്. മാർത്ത, ഹോമി, ഫൈറ്റി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സ്കിന്നുകൾ നമുക്ക് കാണാം. ഓരോ സ്കിന്നിനും ഓരോ എബിലിറ്റിയും അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഒരു കോയിൻ എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. 2.5 മില്യൺ ആണ് നമുക്ക് ഈ ഫൈറ്റി എന്ന് പറയുന്നത് വാങ്ങണമെങ്കിൽ. ഏറ്റവും താഴത്തേക്ക് വന്ന് അപ്പോളോ എന്ന് പറയുന്ന ബോട്ട് വാങ്ങണമെങ്കിൽ 200 മില്യൺ കൊടുക്കണം. അപ്പോൾ ഇത് വാങ്ങുന്നത് കൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതുവരെ ഒരു ക്ലൂ ഇല്ല. ഇത് വാങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇത് വാങ്ങണോ, വാങ്ങിയതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം, അല്ലെങ്കിൽ ജസ്റ്റ് ഷോ ഓഫ് ചെയ്യാനാണോ എന്നൊന്നും നമുക്ക് ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം, പിന്നീടുള്ള വീഡിയോസിലും പറയാം. വിസി എന്ന് പറയുന്നൊരു സ്കിൻ ഇവിടെ ഉണ്ട്. ഇതിന് നമുക്ക് കൊടുക്കേണ്ടത് 500 മില്യൺ ആണ്. 500 മില്യൺ കൊടുത്താൽ വിസി ഈസ് വൈസ് ആൻഡ് തോട്ട്ഫുൾ, ഓഫറിംഗ് ഗ്രേറ്റ് അഡ്വൈസ് ആൻഡ് ഗൈഡൻസ് ടു ദ ഫ്രണ്ട്സ് ഇൻ നീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കിന്നുകൊണ്ട് എന്തെങ്കിലും എബിലിറ്റി നമുക്ക് കിട്ടുമോ, നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ കൂടുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എയർ ഡ്രോപ്പിൻ്റെ അലോക്കേഷൻ കൂടുക എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ നിലവിൽ അറിയില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് മാത്രം നിങ്ങളെ അറിയിക്കുക എന്നൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തിനാണ് ഈ സ്കിന്ന്, എന്താണ് ഈ സ്കിന്നിൻ്റെ യൂസ് എന്നൊക്കെ അപ്ഡേറ്റ് ഹാംസ്റ്റർ കോമ്പാറ്റ് തന്നെ പുറത്ത് വിടുമ്പോൾ നമ്മളത് നിങ്ങളെ അറിയിക്കും. ഓക്കെ, അവസാനം എയർ ഡ്രോപ്പ് വരുമ്പോൾ ഇവരുടെ ക്രൈറ്റീരിയയിൽ ഈ 4 എണ്ണവും എത്ര പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാത്തവർക്ക് എല്ലാവർക്കും അലോക്കേഷൻ കുറഞ്ഞു പോകാൻ അല്ലെങ്കിൽ കിട്ടാതിരിക്കാൻ വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എന്തൊക്കെ സാധ്യതകൾ കൊണ്ടുവരുന്നു, എന്തൊക്കെ സാധ്യതകളിൽ നമ്മളെ എയർ ഡ്രോപ്പ് കുറയാൻ സാധ്യത ഉണ്ടോ അതിലൊന്നും നമുക്കൊരു ഇട കൊടുക്കരുത്. എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാം കവറപ്പ് ചെയ്ത് വേണം പോകാൻ. എയർ ഡ്രോപ്പ് വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്നുള്ള കാര്യം. ഓക്കെ, പിക്സൽവേഴ്സിനെ പോലെ ക്ലിയർ ആയിട്ട് പറയണമെന്നില്ല. പിക്സൽവേഴ്സ് ഡാഷ്ബോർഡിൻ്റെ കാര്യം പറഞ്ഞില്ല എങ്കിൽ കൂടി ലെവലപ്പ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് ക്ലൂ ഒക്കെ തന്നു. അത് കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ അറിയിച്ചു. അത് ചെയ്തവർക്ക് ഏകദേശം ഒരു 30,000 രൂപയോളം പ്രോഫിറ്റ് നമ്മുടെ പിക്സൽവേഴ്സിന് ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴത്തെ പ്രൈസ് അനുസരിച്ച്. ഇനി പ്രൈസ് കൂടുകയാണെങ്കിൽ വീണ്ടും അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കൂടും. എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന പോലെ ഒരു കാര്യം പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്. എന്തെങ്കിലും ക്രൈറ്റീരിയ വഴി നിങ്ങൾക്ക് 1 രൂപ പോലും കിട്ടാതായി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം മുഴുവൻ വേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല അടുത്ത് തന്നെ ലിസ്റ്റിംഗ് വരാൻ പോകുന്ന എയർ ഡ്രോപ്പ് പ്രൊജക്ട്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ലിങ്കിൽ കയറി അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രൊജക്റ്റുകളും ഞാൻ മൈൻ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രൊജക്ട്സ്, ഏറ്റവും കൂടുതൽ വിഡ്രോയിൽ കിട്ടുന്ന പ്രൊജക്ട്സിൻ്റെ റാങ്കിങ് കാണാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. അതിൻ്റെ വീഡിയോസ്
എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാത്തിലും നിങ്ങളുടെ ടൈം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മൈൻഡ് ചെയ്യുക. ഹാംസ്റ്റർ കോമ്പാറ്റ് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇരിക്കരുത്. അഥവാ ഒരു ക്രൈറ്റീരിയയിലെങ്കിലും നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എയർ ഡ്രോപ്പും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസും കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തുക. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. എല്ലാ കാര്യത്തിനും വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കരുത്. എല്ലാ കാര്യം നമ്മൾ കൃത്യമായി ടെലഗ്രാമിൽ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഡെയിലി മിനി ഗെയിം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ അറിയാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഡെയിലി നമ്മൾ യൂട്യൂബിൽ മിനി ഗെയിം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനുള്ള വീഡിയോ ഇടുന്ന ഭയങ്കര ബോറാണ്. അതുകൊണ്ട് തന്നെ അത് ഇൻസ്റ്റയിലായിരിക്കും ചെയ്യുന്നത്. ഇൻസ്റ്റയിൽ തീർച്ചയായിട്ടും പോയിട്ട് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.